പ്രിയപ്പെട്ട ഗോൾഡൻ ദേശി കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം എൻ്റെ അധീനയം ചെടികൾക്ക് ഇത് കൊടുക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. വളമിടുന്നത് എങ്ങനെയാണ്, നല്ലപോലെ ചാണകപ്പൊടിയും ചാരവും ചാണകപ്പൊടിയും ചാരവും ചേർത്ത് തിരുമ്മി, എല്ലുപൊടിയും കൂടി തിരുമ്മി ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കുക ചെയ്തത്. അതിന് ശേഷമാണ് ഇതാ നോക്കിക്കോളൂ, നിറയെ പൂക്കൾ, നിറയെ മുട്ടുകൾ. ഇതുണ്ടോ, ഇതെല്ലാം ഒറ്റ ചെടിയിലാണ്. ഇതെല്ലാം ഇതുണ്ടോ, ഇതെല്ലാം ഒറ്റ ചെടിയെ വരുന്നതാണ്. അത് നല്ല കൊഴുത്ത ഇല, കൊഴുത്ത പൂക്കൾ. അങ്ങനെ ഇതെല്ലാം നല്ലൊരു ഭംഗിയായിട്ട് ആ വളം കൊടുത്തതിന് ശേഷം എനിക്ക് പൂക്കളുണ്ടാകുന്നത് നിങ്ങളെ കാണിക്കുകയാണ്. ഇതുകൊണ്ട് ഇതാണേലും അടിപൊളിയായിട്ട് കുറേ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി, എന്നാലും ഇനിയും പൂക്കളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കട്ട പൂവാണ്, റോസപ്പൂ മാറി നിൽക്കുക, അത്ര ഭംഗിയുള്ള പൂക്കളാണത്. കണ്ടോ, ഇതും അങ്ങനെ തന്നെ പിന്നെ ഉണ്ടാകുന്നതാണെന്ന് ഒരിക്കൽ. ഇതുകൊണ്ട് മുട്ടുകൾ, ഇത് വേറൊരു ചെടിയാണ്. ഇഷ്ടം പോലെ മുട്ടുകൾ കണ്ടോ, അടിപൊളിയായിട്ട് ഇത് മുട്ടുകളുണ്ട്. ഇതിനുമുണ്ട്. ഇത് 3 ചുവടാണ്, 3 അല്ല, ഇപ്പം 4 എണ്ണമായി. 3 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 4 തണ്ടായിട്ടുണ്ട്. അതിലെല്ലാം നിറയെ മുട്ടുകളാണ്. ഓരോ ഇതാണ്, ഞാനിത് വാങ്ങി വെച്ചതാണ്. പിന്നെ ഇതിൽ നിറയെ പൂമുട്ടുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തണ്ടുകൾ കണ്ടോ, നല്ല കൊഴുത്ത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഇങ്ങനെ ഇതിൻ്റെ ചുവട് നട്ടു വെക്കാവുള്ളൂ. അതിൻ്റെ കുഞ്ഞിക്കും പന്നവേരും മാത്രം മണ്ണിനടിയിൽ, ബാക്കി മുഴുവൻ പുറത്ത് നിൽക്കണം. എന്നാലേ അതിൻ്റെ കോളം നല്ല ഭംഗിയുള്ളത് ആയിത്തീരുള്ളൂ. പിന്നെ ഇപ്പം തിരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് ചെടിക്ക് ഒരു ദോഷവും ഇപ്പം വന്ന് കാണുന്നില്ല. ഞാൻ ദിവസവും നല്ല വെയിലത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ ദിവസവും അവർക്ക് കുറേശ്ശെ വെള്ളം കൊടുക്കും. ഇതവരുടെ കഴിഞ്ഞ കൊല്ലം നല്ലതല്ല എല്ലാവർക്കും കൊടുത്തേച്ചിട്ട് ബാക്കി ചെറുതും ആരോഗ്യമില്ലാത്തതൊക്കെ നിർത്തിയിരുന്ന ചെടികളാണ്. അവർക്ക് ഞാൻ ഈ വളം കുറേശ്ശെ അങ്ങ് വെച്ച് കൊടുത്ത് എല്ലുപൊടിയും ചാരവും നമ്മുടെ എല്ലുപൊടിയും ചാരവും ചാണകപ്പൊടിയും കൂടി നല്ലതുപോലെ തിരുമ്മി, നിങ്ങളെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതല്ലേ, ആ കൂടെ അങ്ങോട്ട് കൊടുത്തപ്പോൾ അടിപൊളിയായിട്ട് ഇവരെല്ലാം വളർന്നു വരുന്നുണ്ട്. ഇനി അടുത്ത് തന്നെ വേണ്ട, ഇതൊരു പ്രത്യേക ചെടിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. അതേ പൂവ് ഇങ്ങനെ മുട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പൂവിനായിട്ട് കാത്തിരിക്കുകയുണ്ട്. അതിൻ്റെ ഞരമ്പിന് റോസ് കളറാണ്. അത് ഇതുവരെ ഒരിടത്തും കണ്ടില്ല. എനിക്ക് ഒരു ചെടി കിട്ടിയതാണ്, അതങ്ങനെ ഞാൻ വെച്ചതാണ്. അതിനെ ഇത് ചെയ്തതാണ്. ഈ ഒരെണ്ണം ഈ 2 എണ്ണമുണ്ട്. ഈ 2 എണ്ണവും അതിനെ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചതാണ്. അപ്പോൾ അതിനന്നേരം 2-3 കൊമ്പ് അതങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുവാണെന്നൊരിക്കൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇത് കിട്ടും. നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ടത്. കണ്ടോ, വിത്തുകൾ കണ്ടോ, ഇപ്പം വിത്തുകളാകുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് വിത്തുകൾ. ഇതെല്ലാം ഈ വളം ഇട്ടതിന് ശേഷമാണ് അതിനെ നിറച്ച് പൂക്കൾ ഇതുകൊണ്ട് ഉണ്ടായതാണ്. ഉണ്ടായി കഴിഞ്ഞിട്ട് ഇനി അടുത്ത ട്രിപ്പ് ഉണ്ടാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ചെടി. എനിക്ക് ഒരു ചെടി പൂ പോലും ഇന്ന് വരെ പൊഴിഞ്ഞ് അങ്ങനെ നശിച്ചു പോയിട്ടില്ല. അത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ പൊഴിയുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഇത് പൂ തീർന്നാണ് പാതിയെ പൂക്കൾ വരുന്നുണ്ട്. ഇതുകൊണ്ട് നല്ല കൊഴുത്തല്ലേ ഇതിൻ്റെ ഇലയൊക്കെ നോക്കിയേ, ഇതൊക്കെ നല്ല കൊഴുത്ത്. ഇതുകൊണ്ട് ഇവിടെയാണ് അതിൻ്റെ ഒരു പൂ വന്നിട്ട് പിന്നെ ആ പൂവ് അങ്ങ് തീർന്ന് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ വളർന്നേച്ചിട്ട് ആ കൊമ്പയിൽ പൂക്കളുണ്ടാവും. അങ്ങനെയാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ പൂക്കളാകുന്നത്. ആ കൊലയിൽ കുറച്ച് പൂക്കളുണ്ടായി. ഇതുകൊണ്ട് ഇതുപോലെ കുറച്ച് പൂക്കൾ ഈ കൊലയിലങ്ങ് ഉണ്ടാകും. എന്നുവെച്ചിട്ട് കൂമ്പ് ഇപ്പുറത്താണ് നിൽക്കുന്നത്. ഈ കൂമ്പ് നന്നായിട്ടങ്ങ് വളർന്ന് വരുന്ന കഴിയുമ്പോൾ കുറച്ചങ്ങ് വളരും. എന്നുവെച്ചിട്ട് ആദ്യ പൂക്കളുണ്ടാവും. അപ്പം വളർച്ചയായി, നല്ലതുപോലെ പൂക്കളും ഇഷ്ടം പോലെയായി. ഞാൻ എന്നാലും ചെയ്താലും അത് ഞാൻ കട്ട് ചെയ്യും. അത് ഒക്ടോബർ മാസത്തോടു കൂടി ഞാനത് കട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട. നമുക്ക്
ഇഷ്ടം പോലെ പൂക്കൾ കിട്ടും. അതുകൊണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. ചെടികൾക്ക് വളർച്ചയും വളരെ ഭംഗിയായിട്ടുണ്ടാവുന്ന ഒരു വളമാണത്. നമ്മൾ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട. എന്നിട്ട് കുറേശ്ശെ വെള്ളം ദിവസവും ഇതുപോലെ വെയിലത്ത് വെച്ചിട്ട്, ഇത് നല്ല വെയിലുള്ള സ്ഥലമാണിത്, വെച്ചിട്ട് കുറേശ്ശെ വെള്ളം, നന്നായിട്ട് വെള്ളമൊക്കെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു. രാവിലെയോ വൈകുന്നേരം എപ്പോഴെങ്കിലും ഒരു നേരം കൊടുത്താൽ മതി, 2 നേരം കൊടുക്കണ്ട. ഇത് ഇന്നലെ വൈകുന്നേരം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം അതിനകത്ത് കെട്ടിക്കിടക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. വെള്ളം വാന്ന് പോകണം. അതാണ് ഇവരുടെ ഇത്. അവർക്ക് തണുപ്പ് മതി, ചെറുതായിട്ട് തണുപ്പ് മതി. അതുകൊണ്ടാണ്. അപ്പോഴെല്ലാവരും ട്രൈ ചെയ്യുക. പൂക്കളൊക്കെ നല്ലതായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ഓണം വിഷു എല്ലാം തീർന്നു. ഇനി നമുക്ക് പതുക്കെ ചെടികളിലേക്ക് മാറാം. പക്ഷേ ഒരു മഴ പെയ്യാതെ ഒരു രക്ഷയില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു മഴ കിട്ടിയില്ല. അതിൻ്റെ പൊരിച്ചില്ലാണ് ഞങ്ങളെ മനുഷ്യരായവർ പോലും വളരെയധികം കഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഈ വർഷം ഇങ്ങനെയെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഏതായാലും എപ്പോഴും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണത്തേക്കാൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക. ഓക്കെ, ബൈ ബൈ.